ഹായ് വ്യൂവേഴ്സ്, നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാതിരുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലിയിലുള്ള റംലി മാളിനടുത്തുള്ള പോട്രിയിലാണ്. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് മുയലുകളെയൊക്കെ കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടേക്ക് നിന്നിട്ടാണ് നമ്മൾ ഫാക്ടറിയിലോട്ട് പോയത്. പാറുവിനും ബൂസിനും മുയലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അതിനെ പോയി ടച്ച് ചെയ്യാനുള്ള ഇഷ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇച്ചിരി പേടിയാണ്. അവരെ ഹാർട്ട് ബീറ്റ്സ് നമുക്ക് അടുത്ത് തന്നെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ പേടിച്ചാൽ നിൽക്കുന്നത്. പിന്നെ മാമനും പപ്പായും അമ്മക്കുട്ടിയും എല്ലാവരും ചുറ്റിലും ഉള്ളതുകൊണ്ട് മാത്രം അവരിച്ചിരി അടുത്തേക്കൊക്കെ പോയി കളിപ്പിച്ചു എന്ന് മാത്രം. കുറച്ച് നേരം അവരവിടെ നിന്ന് നന്നായി എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പോട്രി ഫാക്ടറിയിലോട്ട് കയറാൻ പോവാണ്. ഫാക്ടറിയിലോട്ട് കയറുമ്പോൾ ഒരു നല്ല അടിപൊളി ഒരു വാളുണ്ട്. സൂപ്പറായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ബൈ ദ വേ, ഇത് എൻട്രൻസ് ആണോ എക്സിറ്റ് ആണോ എന്നൊന്നും അറിയില്ല. തൊട്ടടുത്ത് കണ്ട ഒരു കുഞ്ഞു ഗ്രൗണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറിയ വഴിയാണിത്. നമ്മൾ കയറിയ വഴി നമുക്ക് എൻട്രൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് എൻട്രൻസ്. അല്ല, ഇപ്പോൾ എൻട്രൻസ് ആയാലും എക്സിറ്റ് ആയാലും നമുക്ക് എന്തായാലേ അകത്ത് കയറിയാൽ പോരെ. അപ്പം നമ്മളും അകത്ത് കയറിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള വാൾ, അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ കിടിലായിരിക്കും കേട്ടോ. ബൂസും പാറും കണ്ടതൊക്കെ ടച്ച് ചെയ്ത് അവരെ സൈസിന് എത്തുന്നതൊക്കെ അവർ ടച്ച് ചെയ്താൽ പോയിട്ടുള്ളത്. കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പോട്രി ഫാക്ടറി. പക്ഷെ നമുക്ക് ഇപ്പോഴാണെന്ന് പോകാൻ പറ്റിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രൈഡേ ഓഫാണ്. നമുക്ക് ആകെ കിട്ടുന്ന ഓഫ് ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ അത് രണ്ടും അങ്ങ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തതും എനിക്കിവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം, ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ പോട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അവർ നമ്മളതിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിന് പറ്റിയില്ല. ഇതിനു വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്യണോ വിളിച്ച് ചോദിക്കണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഇത് ചോദിക്കാനായിട്ട് നമ്മളവിടെ ആരെയും കണ്ടതുമില്ല. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ സമയം ഒരുപാട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതിനോട് ചേർന്ന് ഇവിടെ മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ സെല്ല് ചെയ്യാനുള്ള ഒരു സ്റ്റോറുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റോറിലോട്ട് വന്നു. കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ കണ്ണുടക്കിയ ഒരു മഗ്ഗാണിത്. ഹാൻഡ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മഗ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. മഗ്, പ്ലേറ്റ്, പിന്നെ ഹോം ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് മുയലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കാണാം. അതായത് പല ഷേപ്പിൽ അനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ, പിന്നെ ഫ്ലൈ, അങ്ങനെ കുറേ ഷേപ്പിലുള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവും. അത് നമുക്ക് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഫണ്ണായിരിക്കും, മെമ്മറബിളായിരിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പോട്ടൊക്കെ മേക്ക് ചെയ്ത് അത് പെയിൻ്റൊക്കെ ചെയ്ത് കൊണ്ടുപോവാം. അത് ഭയങ്കര രസമായിരിക്കും. ആ ഒരു പാട്ട് മിസ് ചെയ്യാണ്ട് നോക്കുക. എനിക്കത് മിസ്സായി പോയില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇവിടെ ഫ്രൈഡേ ഓഫായതുകൊണ്ട് ഇനി എന്നാ ഇവിടെ പോകാൻ പറ്റാമെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഇനിയും പോകണം, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊന്നും മിസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും.
പെയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ, ഒരു പോട്ട് പോലും മേക്ക് ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ പിന്നെ ഞങ്ങൾ ജുഫേർ ഒരു ചായ കുടിച്ച് ആ വിഷമം അങ്ങോട്ട് തീർത്തു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. Like, share, subscribe.